ഡൽഹിയിൽ നടന്നൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ഭാര്യ കാമസുഖത്തിനും സ്വത്തിനും ഭർത്താവിൻ്റെ സ്വത്തിനും വേണ്ടിയിട്ട് ഒരു ഭർത്താവിനെ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം അതൊരു സ്വാഭാവിക മരണമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്, വീട്ടുകാരും പോലീസും ഡോക്ടേഴ്സും എല്ലാവരും. പക്ഷേ പിന്നീടാണ് അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു മർഡർ ആണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കേസന്വേഷണത്തെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഡൽഹിയിലെ ഉത്തം നഗറിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് കരൺ ദേവ്. കരണിന് 36 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു സഹോദരനുണ്ട്, ഭാര്യയുണ്ട്. സഹോദരൻ്റെ പേര് കുനാൽ എന്നാണ്. ഇതൊരു വലിയ സാമ്പത്തികമുള്ള ഒരു കുടുംബമാണ്. സ്വർണ്ണക്കടയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തുമാത്രം സാമ്പത്തികം ഇവർക്ക് ഉണ്ടാവും എന്നുള്ളത്. ഒരു കടയല്ല, ഒന്നിൽ കൂടുതൽ ഷോപ്പുകൾ ഇവർക്കുണ്ട്. ഈ കരണിന് ഏതാണ്ട് 28 വയസ്സ് പ്രായമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ജുവലറീസ് എല്ലാം തന്നെ കരൺ ദേവിനെ, മൂത്ത മകനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് കരണും കുനാലും സഹോദരന്മാർ ചേർന്നുകൊണ്ടാണ് ഇവരുടെ സ്വർണ്ണക്കടകൾ നോക്കി നടത്തിയിരുന്നത്. നല്ല രീതിയിൽ ആ ബിസിനസ് അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഈ കുനാലിന് ഏതാണ്ട് 33 വയസ്സ് പ്രായമായ സമയത്ത് വീട്ടുകാർ വിവാഹത്തിന് നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഈ കരൺ ദേവനാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല. അപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് അദ്ദേഹം വിവാഹം കഴിക്കാനായിട്ട് സമ്മതം മൂളുകയാണ്. അദ്ദേഹത്തിന് അഫെയർ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതേപോലെ സാമ്പത്തികമുള്ളൊരു കുടുംബമായതുകൊണ്ട് ആലോചന എന്തായാലും പല ഭാഗത്തു നിന്ന് വരികയും ചെയ്യും. അപ്പോൾ ഈ കരണിന് ഡിമാൻഡ് ഉണ്ട്, വലിയ സാമ്പത്തികമുള്ള വീട്ടിലെ പെണ്ണൊന്നും വേണ്ട, നല്ലൊരു പെൺകുട്ടിയായിരിക്കണം, താനുമായിട്ട് വളരെ യോജിച്ച് പോകുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കണം, കാണാൻ സുന്ദരിയായിരിക്കണം. ഇങ്ങനെ കുറച്ച് ഡിമാൻഡ്സ് മാത്രമാണ് കരൺ ദേവിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സാധാരണ വീട്ടിലെ പെൺകുട്ടിയാണ് ഇവർ അന്വേഷിക്കുകയും ചെയ്തത്. പല ബ്രോക്കേഴ്സിനോട് വിവാഹത്തെപ്പറ്റി പറയുകയും ഒരുപാട് വിവാഹ ആലോചനകൾ വരികയും ചെയ്തു. ഒടുവിൽ മാതാപിതാക്കളും അല്ലെങ്കിൽ കരണും എല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു വിവാഹ ആലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസ്മിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആലോചനയാണ്. ഈ സുസ്മിതയ്ക്ക് വിവാഹ ആലോചന വരുന്ന സമയത്ത് 24 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ സുസ്മിത ഡിഗ്രി എല്ലാം കഴിഞ്ഞ് പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ജോലിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു പെൺകുട്ടിയാണ് ഈ സുസ്മിത. അപ്പോൾ സുസ്മിതയുടെ വീട്ടുകാർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും സാമ്പത്തികമുള്ള കുടുംബത്തിൽ നിന്ന് തങ്ങളുടെ മകൾക്ക് ഒരു വിവാഹ ആലോചന വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വീട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ജാതകമൊക്കെ നോക്കിയാണ്. അപ്പോൾ ജാതകം നോക്കുമ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ കരൺ ദേവിൻ്റെ ജാതകത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പെൺകുട്ടിയായിട്ട് യോജിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാതകം പക്കയാണ്. ജാതിയോ മതമോ ഒന്നും തന്നെ പ്രശ്നമല്ല. അതായത് ഇവരൊക്കെ ജാതിയോ മതമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആ ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ എല്ലാ രീതിയിലും നോക്കിയപ്പോഴത്തേക്കും ഇവരുടെ വിവാഹത്തിന് ഒരു പ്രശ്നവുമില്ല. രണ്ട് വീട്ടുകാരെല്ലാം കൂടെ സമ്മതിച്ചു. അങ്ങനെ വിവാഹത്തിന് പൂർണ്ണമായിട്ട് വീട്ടുകാർ ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ 2024 രണ്ടുപേരുടെ വിവാഹം നടക്കുകയും ചെയ്തു. ഈ വിവാഹാലോചന വന്ന് കുറച്ച് നാലം കഴിഞ്ഞിട്ടാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത്. ഈ വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്കും കരൺ ദേവിൻ്റെ പിതാവ് അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് നൽകി. ഗിഫ്റ്റ് വരുന്നതായിരുന്നില്ല, ഇവർക്ക് സ്വന്തമായിട്ട് ഒരു പുതിയ വീട് വെച്ച് നൽകിയാണ്. അപ്പോൾ ഒരു വലിയ വീടാണ്. അപ്പോൾ മൂത്ത മകന് ഒരു പുതിയ വീട് എന്നുള്ള രീതിയിലാണ് അച്ഛൻ ഒരു വീട് നൽകിയത്. അങ്ങനെ ഈ കരൺ ദേവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സുസ്മിതയും കൂടെ പുതിയ വീട്ടിലേക്ക് താമസം മാറി. അച്ഛനും അമ്മയും സഹോദരനും കൂടെ ഇവർ താമസിച്ചിരുന്ന പഴയ വീട്ടിൽ തന്നെ അവർ അവിടെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് സന്തോഷത്തിൽ ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ വീട്ടിൽ ഇവരെ കൂടാതെ 1-2 സർവൻസ് ഉണ്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കരൺ ദേവിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ബിസിനസ് എല്ലാം തന്നെ അദ്ദേഹത്തിന് നോക്കി നടത്തുകയും വേണം. അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം ഇവർ ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു. ഒരുപാട് ഹണിമൂൺ യാത്രയൊക്കെ ചെയ്തു. 1 മാസം ഒരുപാട് യാത്രകൾ ചെയ്തിട്ട് പിന്നീട് അദ്ദേഹം തിരികെ വീട്ടിലേക്ക് അവർ വരികയാണ്. ഇവരുടെ ഡെയിലി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുസ്മിത വീട്ടിൽ തന്നെയാണ്. അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. ഈ സുസ്മിതയുടെ മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇവർക്ക് ഡിമാൻഡ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുസ്മിതയുടെ വീട്ടുകാർ ഓർത്തു, അയ്യോ സ്വർണ്ണക്കടക്കാരാണ്, അപ്പോൾ ഗോൾഡ് എന്തെങ്കിലും കൊടുക്കേണ്ടതെന്നൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നു സ്ത്രീധനമായിട്ട്. പക്ഷേ ഇവർ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, കരൺ ദേവിൻ്റെ കുടുംബം ചെയ്ത മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ഗോൾഡ് അങ്ങോട്ട് ആ പെൺകുട്ടിക്ക് അങ്ങോട്ട് ഗോൾഡ് കൊടുത്തിട്ടാണ് വിവാഹം നടത്തിയത്. നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ സ്ത്രീധനത്തിനോട് നമുക്ക് എല്ലാവർക്കും എതിർപ്പായിരിക്കും. പക്ഷേ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടുന്ന ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ അങ്ങോട്ട് ഇട്ട് വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സുസ്മിത എല്ലാ രീതിയിലും ഹാപ്പിയാണ്. വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ സർവൻസ് ഉണ്ട്, ഇവർക്ക് ഒരു ജോലിയും ചെയ്യേണ്ട, ഭയങ്കര ഹാപ്പി ആയിട്ട് ലാവിഷായിട്ട് ഇവർക്ക് ജീവിച്ച് പോവുകയും ചെയ്യാം. സുസ്മിതയുടെ വീട്ടുകാരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇവരുടെ ഡെയിലി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരൺ ദേവ് എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും അദ്ദേഹം റെഡിയായിട്ട് നേരെ ഓഫീസിലേക്ക് പോകും. ഒരുപാട് ജോലിക്കാരൊക്കെ ഉള്ളതല്ലേ, പല ജ്വല്ലറീസ് ഉണ്ടല്ലോ. എല്ലാ പണിയും തീർന്ന് രാത്രി ഒരു 8 മണി 9 മണിയാകുമ്പോഴത്തേക്ക് ആയിരിക്കും തിരികെ വീട്ടിലേക്ക് വരിക. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം, കൃത്യമായിട്ട് പറഞ്ഞാൽ 2025 ജൂലൈ മാസം 13-ാം തീയതി രാവിലെ 7 മണിക്ക്
ഈ സുസ്മിതയുടെ വീട്ടിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുകയാണ്. സുസ്മിത അലറി വിളിച്ച് നിലവിളിക്കുകയാണ്. അപ്പോൾ സുസ്മിതയുടെ കരച്ചിൽ കേട്ടിട്ട് സർവൻസ് പുറത്താണ് ഉണ്ടായിരുന്നത്. അവർ വീട്ടിലേക്ക് ജസ്റ്റ് വരുന്നേ ഉള്ളൂ. എല്ലാ ദിവസവും പോയി വരിക. രാവിലെ ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് അവർ വീട്ടിലേക്ക് വരിക. ഈ നിലവിളി കേട്ട് സർവൻസ്, അയൽവാസികൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വരികയാണ്. കാരണം ആ വീട്ടിൽ എന്തോ സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ വീട്ടിലേക്ക് വന്നത് ഡോർ ഓപ്പൺ ആണ്. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കരൺദേവ് നിലത്ത് കിടക്കുകയാണ്. സുസ്മിത അലറി വിളിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, അയൽവാസികളും ഈ സർവൻസൊക്കെ ചോദിച്ചു എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ സുസ്മിത പറയുകയാണ്, കരൺദേവിന് ഷോക്ക് അടിച്ചു, അദ്ദേഹം വിളിച്ചിട്ട് എണീക്കുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കരൺദേവിനെ നോക്കിയപ്പോഴത്തേക്കും കരൺദേവിൻ്റെ ശരീരത്തിൽ ആ പടിങ്ങനെ ഒരു കത്തിയ അവസ്ഥയിൽ, കരിഞ്ഞ അവസ്ഥയിൽ ഷോക്കേറ്റ് ഒരു കരിനീല കളറായിട്ട് ബോഡി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അനക്കൊന്നുമില്ല. CPR ഒക്കെ കൊടുത്തു നോക്കി, പക്ഷേ ഒരനക്കവുമില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഡോക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ ശരീരം വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി. ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, ഒരു ഹോപ്പുമില്ല, കാരണം അദ്ദേഹം ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളിവിടെ കൊണ്ടുവരുന്ന ആ സമയത്ത് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. സുസ്മിതയ്ക്കും അല്ലെങ്കിൽ അയൽവാസികൾക്കായിക്കോട്ടെ വീട്ടുകാർക്കായിക്കോട്ടെ ആർക്കും സഹിക്കാൻ സാധിക്കുന്നൊരു കാഴ്ച ആയിരുന്നില്ലത്. വീട്ടുകാരൊക്കെ ഈ ഒരു വാർത്ത അറിഞ്ഞ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചെന്നുള്ളത്. സുസ്മിത വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി. താൻ ബെഡ്റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കരൺ രാവിലെ എണീറ്റ് 7 മണിയാകുമ്പോൾ എണീറ്റ് റെഡിയാവും. അപ്പോൾ കരണാണ് ഏറ്റവും ആദ്യം എണീക്കുക. അതിനുശേഷം മാത്രമേ എപ്പോഴും ഞാൻ എണീക്കാറുള്ളൂ. അപ്പോൾ കരൺ എണീറ്റിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അനക്കമൊന്നും കാണുന്നില്ല. സാധാരണ എന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ കരൻ്റെ അനക്കമില്ലാണ്ടായപ്പോഴത്തേക്കും ഞാൻ ഹാളിൽ പോയിട്ട് നോക്കി. അപ്പോൾ അദ്ദേഹം അവിടെ നിലത്ത് കിടക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും ഷോക്ക് ഏറ്റതായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കരഞ്ഞ് നിലവിളിച്ചത്. അയൽവാസികൾ എല്ലാവരും തന്നെ അവിടേക്ക് ഓടിയെത്തിയത്. അങ്ങനെ ഡോക്ടേഴ്സ് ഈ ശരീരം പരിശോധിച്ചപ്പോഴത്തേക്കും ഷോക്കേറ്റ് മരിച്ചതാണെന്ന് അവർക്ക് 100% ഉറപ്പായി. അതിനകത്ത് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തന്നെ ഡോക്ടേഴ്സിന് തോന്നിയില്ല. അങ്ങനെ ശരീരം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ശരീരം ഞങ്ങൾക്ക് വിട്ടു നൽകുക, ഞങ്ങൾ കർമ്മങ്ങളെല്ലാം ചെയ്തോട്ടെ എന്ന് പറയുകയാണ്. പക്ഷേ ഒരു ഡോക്ടറിന് ചില സംശയങ്ങൾ തോന്നി. ആ ഡോക്ടർ പറയുകയാണ്, ഈ മരണത്തിൽ ഒരു സ്വാഭാവിക മരണമെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ചില ഡൗട്ടുകൾ ബാക്കിയാണ്. കാരണം കരണെപ്പോലെ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി, അപ്പോൾ അയാൾ ഷോക്കേറ്റ് മരിക്കുക, പ്രത്യേകിച്ച് ഒരു പുതിയ വീടാകുമ്പോഴത്തേക്കും അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റിയൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരണപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും സംഭവിക്കാം, ഇല്ലെന്നല്ല, എങ്കിൽ തന്നെയും അതിനകത്ത് എന്തൊക്കെയോ ഒരു നിഗൂഢത ഉള്ളതായിട്ട് പുള്ളിക്ക് തോന്നുകയാണ്. പ്രത്യേകിച്ച് നല്ല ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരു ഷോക്കേറ്റ് മരണം സംഭവിച്ചിട്ട് ആ വീട്ടിലുള്ള ആരും അറിഞ്ഞില്ല, അനക്കം പോലും കേട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിനൊരു സംശയം തോന്നി. അതുകൊണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും അതേപോലെ പോലീസിനെ ഈ കാര്യം അറിയിക്കണമെന്നും ഒരു ഡോക്ടർ മാത്രം പറയുകയാണ്. ഈ കാര്യം സുസ്മിതയോടും മാതാപിതാക്കളോടും സംസാരിക്കുകയുണ്ടായി. സുസ്മിതയും മാതാപിതാക്കളും, പ്രത്യേകിച്ച് സുസ്മിത പറഞ്ഞ കാര്യം, തൻ്റെ ഭർത്താവിൻ്റെ ശരീരം ഇനിയും കീറി മുറിക്കണ്ട, ഓൾറെഡി അദ്ദേഹത്തിന് ഷോക്കേറ്റാണ് മരണപ്പെട്ടത്, അതുകൊണ്ട് ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിക്കണ്ട, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശരീരം വിട്ടു തന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ വേണ്ടപ്പെട്ട എല്ലാവരും ആശുപത്രിയിലുണ്ടല്ലോ. അപ്പോൾ ഡോക്ടേഴ്സ് ഈ കാര്യം മൊത്തം സംസാരിച്ചപ്പോഴത്തേക്കും കരൻ്റെ അനിയൻ കുനാൽ, ഒരു അങ്കിളും പറയുകയാണ്, എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ, കാരണം ഡോക്ടേഴ്സിൽ ഒരാൾക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് ബാക്കി വെക്കണ്ട, പോസ്റ്റ്മോർട്ടം ചെയ്യൂ, നമുക്ക് എന്തായാലും ബാക്കി നോക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിന് ഈ കാര്യം അറിയിക്കണം. അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് ഈ കാര്യം പറയുകയും പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് തെളിവെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. അത് വീട്ടിലേക്ക് എത്തി തെളിവെടുപ്പ് ആരംഭിക്കുകയാണ്. പ്രധാനമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അയൽവാസികളുണ്ട്, സുസ്മിതയുണ്ട്, വേലക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് സുസ്മിതയെ ഒരു ചെറിയ സംശയത്തിൻ്റെ ഒരു ഷാഡോ ഏറ്റവും ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സുസ്മിതയെ സംശയിക്കുന്ന പറയുമ്പോഴത്തേക്കും സ്വന്തം ഭാര്യയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് എന്തായാലും ഒരു ഭർത്താവിനെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സൊന്നും അല്ല. അപ്പോൾ സുസ്മിതയോട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായിട്ട് പറയാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ നേരത്തെ ഡോക്ടേഴ്സിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ സുസ്മിത പറയുകയാണ്. അപ്പോൾ സുസ്മിതയോട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, ഇയാൾ നിലത്ത് കിടക്കുകയാണല്ലോ, ഈ ഷോക്കേറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അപ്പോൾ സുസ്മിത പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട്, ആ പ്ലഗ് പോയിന്റ് അടുത്താണ് ഇദ്ദേഹം കരൺ കിടന്നിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലഗ് പോയിന്റിൽ നിന്ന് ഇടയ്ക്ക് ആ സ്വിച്ചിൽ നിന്ന് ഷോക്ക് അടിക്കും, ഒരു സ്പാർക്ക് വരുന്നതായിട്ട് അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കുന്നതായിട്ട് പലതവണ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഷോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്വിച്ചിനോട് ചേർന്നിട്ട് ഇദ്ദേഹം കിടന്നുകൊണ്ട് തീർച്ചയായിട്ടും അവിടുന്ന് ഷോക്ക് എടുത്തതാണെന്ന് എനിക്ക് തോന്നി. ശരീരം കണ്ടപ്പോഴത്തേക്കും ഷോക്ക് ഏറ്റതാണെന്നൊരു എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ എനിക്ക് അനക്കമൊന്നും തന്നെ, ഒച്ചയോ ബഹളോ അനക്കമൊന്നും തന്നെ എനിക്ക് കാണാനായിട്ട് കേൾക്കാനായിട്ടും സാധിച്ചിരുന്നില്ല. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം നിലത്ത് കിടക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട് സുസ്മിത പറഞ്ഞത്. അതും ഓക്കെ, കാരണം വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അയൽവാസികളുടെയും അതേപോലെ തന്നെ ബന്ധുക്കളുടെ, വീട്ടിലെ ജോലിക്കാരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ സംഭവം നടക്കുന്ന സമയത്ത് സുസ്മിത മാത്രമാണ് വീട്ടിനകത്തുണ്ടായിരുന്നത്. ജോലിക്കാർ വീടിനകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അയൽവാസികളും പറയുന്ന കാര്യം, ജോലിക്കാരും പറയുന്ന കാര്യം
സുസ്മിതയുടെ കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ അവിടേക്ക് ഓടിയെത്തി പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സുസ്മിതയുടെ കാര്യം ചോദിക്കുകയാണ് പോലീസ്. അപ്പോൾ അയൽവാസികളും ജോലിക്കാരും പറയുകയാണ് അങ്ങനെ സുസ്മിതയെ സംശയിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് ആർക്കുമില്ല, കാരണം അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കരണിന് ബിസിനസ്സിൻ്റെ കുറച്ച് ടെൻഷൻസ് കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിരുന്നു, അല്ലാതെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല. സുസ്മിത വളരെ നല്ല ഒരു പെൺകുട്ടിയാണ്, അങ്ങനെ ഒരിക്കലും ഒരു ഒരു ഭർത്താവിനെ ഉപദ്രവിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്നൊക്കെ അവർ 100% ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ എന്തായാലും ഈ സംഭവങ്ങളെല്ലാം പോലീസ് മൊഴികളെല്ലാം രേഖപ്പെടുത്തിയിട്ട് വീട്ടുകാരുടെ മാതാപിതാക്കളുടെ ഒക്കെ മൊഴിയെടുത്തു. മാതാപിതാക്കളും സുസ്മിതയ്ക്ക് അനുകൂലമായിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഈ പ്ലഗ് പോയിന്റിൽ പരിശോധന പോലീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഷോക്ക് അടിച്ചത്? അപ്പോൾ ഈ സുസ്മിത പറഞ്ഞ ആ പ്ലഗ് പോയിന്റ് ഇടയ്ക്ക് സ്പാർക്ക് വരാറുണ്ട്, ഇടയ്ക്ക് ലീക്കേജ് വരാറുണ്ട്, അല്ലെങ്കിൽ ഷോക്ക് കേൾക്കാറുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അത് പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ച സമയത്ത് എത്ര നോക്കിയിട്ടും അതിൽ നിന്ന് ഒരു സ്പാർക്ക് വരുന്നതായിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ലീക്കേജ് ഇലക്ട്രിസിറ്റി ലീക്ക് ചെയ്യുന്നതായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോക്ക് കേൾക്കുന്നതായിട്ടോ പോലീസിന് തോന്നിയില്ല. മേ ബി നനവുള്ള സമയത്ത് ഒരു ഷോക്ക് കേൾക്കാമല്ലോ, നോർമലി വരില്ല, പക്ഷെ നനവുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാവും. അങ്ങനെ നനവുള്ള രീതിയിലും പോലീസ് പരിശോധിച്ച് നോക്കി, എന്നിട്ടും കുഴപ്പം ഒന്നും തന്നെയില്ല. ആ ഹാളിലെയും ആ മുറിയിലെയും ആ വീട്ടിലെ എല്ലാ പ്ലഗ് പോയിന്റും സ്വിച്ചും പോലീസ് പരിശോധിക്കുകയുണ്ടായി. എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടോ, ഒരു ലീക്ക് ഉണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുകയാണ്. പക്ഷേ എവിടെയും ഷോക്ക് അടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ സുസ്മിത പറഞ്ഞതായിട്ട് പോലീസിന് ചില ബുദ്ധിമുട്ടുകൾ തോന്നുകയാണ്. സുസ്മിത എന്തിനായിരിക്കും ആ ഒരു പ്ലഗ് പോയിന്റിൽ ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് അടിക്കും അല്ലെങ്കിൽ സ്പാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞത്? അതൊരു കള്ളമാണോ എന്ന് പോലീസിന് തോന്നുകയാണ്. ഇനി ഈ വീട്ടിൽ ഒരു പുതിയ വീടാണല്ലോ, അപ്പോൾ അവിടെ അതിൻ്റെ ബ്രേക്കർ ഉണ്ട്, ഇലക്ട്രിസിറ്റി ബ്രേക്കറായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ബ്രേക്ക് പോയിന്റ് വെക്കും നമ്മൾ മെയിൻ സ്വിച്ചിനോട് ചേർന്നിട്ട്. അപ്പോൾ ഈ ബ്രേക്കർ പോലീസ് പരിശോധിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ ബ്രേക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് വരികയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ബ്രേക്കർ കട്ടാവും. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി അവിടെ കട്ടായി അയാൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതിനുള്ള ബ്രേക്കർ മെയിനായിട്ട് വെക്കുക. അപ്പോൾ ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് വരികയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഷോക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ആവേണ്ടതാണ് ഇലക്ട്രിസിറ്റി. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല, ഒരാൾക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം, എങ്കിലും ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കറണ്ട് അടിച്ച് ഷോക്കേറ്റ് തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കരൻ്റെ ശരീരത്തിൽ ഉറക്ക ഗുളികയുടെ അംശം ഉണ്ടായിരുന്നു. ഉറക്ക ഗുളികയുടെ അംശം എങ്ങനെയാണ് ശരീരത്തിൽ വരിക? കാരണം അയാൾ രാത്രി കിടക്കുമ്പോൾ ഉറക്ക ഗുളിക കഴിച്ചിട്ട് കിടക്കുന്ന ഒരാളൊന്നും അല്ല നോർമലി. അത് വീട്ടുകാരുടെയും അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എടുത്തപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉറക്ക ഗുളികയുടെ അംശം അളവിൽ കൂടുതൽ ഉറക്ക ഗുളിക അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എന്തിന് അയാൾ അളവിൽ കൂടുതൽ ഉറക്ക ഗുളിക കഴിച്ചു? ഇനി മാത്രമല്ല, സുസ്മിത പറയുന്നതനുസരിച്ച് രാവിലെ 7 മണിക്ക് എണീറ്റപ്പോഴത്തേക്കും അവിടെ ഷോക്കേറ്റ് കിടക്കുന്നതായിട്ടാണ് താൻ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം എണീക്കുന്നൊരു സമയം ഒരു 6 മണിക്ക് ശേഷമാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അതിന് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ, ഒരു 1-2 മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ കുറച്ച് സ്റ്റിഫായിട്ടുണ്ട്. അപ്പോൾ ഈ മരണത്തിൽ ഒരു ദുരൂഹത ഉണ്ടെന്ന് പോലീസിന് തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു നോർമൽ ഒരു സ്വാഭാവിക മരണമായിരിക്കില്ല, നേരെ മറിച്ച് കൊലപാതകമായിരിക്കാമെന്നൊരു തോട്ട് പോലീസിന് തോന്നുകയാണ്. അപ്പോൾ ആരായിരിക്കും ഇതിന് പിന്നിൽ? പോലീസ് വീട്ടുകാരുടെയും അയൽവാസികളുടെയും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ, കരൺദേവിന് വല്ല ശത്രുക്കളുണ്ടോ, ഇതെല്ലാം പോലീസ് വളരെ വിശദമായിട്ട് ഒരു ലിസ്റ്റ് എഴുതി പരിശോധിക്കുകയാണ്. ഇങ്ങനെ പോലീസിൻ്റെ പരിശോധന മുന്നോട്ട് പോകുന്ന സമയത്ത് കരൻ്റെ സഹോദരനായിട്ടുള്ള കുനാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെളിവ് പോലീസിന് കൈമാറി. അദ്ദേഹം സ്റ്റേഷനിലേക്ക് എത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഒരു കാര്യം കാണിക്കുകയാണ്. അത് മറ്റൊന്നും ആയിരുന്നില്ല, കരൻ്റെ ഭാര്യയായിട്ടുള്ള സുസ്മിതയുടെ ഒരു ഇൻസ്റ്റഗ്രാം ചാറ്റാണ്. ഈ ഇൻസ്റ്റഗ്രാം ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അത് കണ്ട് പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. എന്തുകൊണ്ട് കരൺ ഈ ഇൻസ്റ്റഗ്രാം ചാറ്റിലേക്ക് പോയി, അല്ലെങ്കിൽ സുസ്മിതയെ എങ്ങനെ സംശയം തോന്നി വെച്ച് കഴിഞ്ഞാലും ഈ മരണപ്പെട്ടതിന് ശേഷം, ഇപ്പോൾ കരൺദേവ് മരണപ്പെട്ടതിന് ശേഷം സുസ്മിതയുടെ പെരുമാറ്റത്തിൽ കുനാലിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അപ്പോൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വാച്ച് ചെയ്ത സമയത്തെ ഈ സുസ്മിത ഫോണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നി. സ്വന്തം ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഒരു ഭാര്യ കൂടുതൽ സമയം ഫോണിൽ ചിലവഴിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കായാലും സംശയം തോന്നും. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ ഫോൺ പരിശോധിക്കാനായിട്ട് കുനാൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിപൂർവ്വം ഈ ഫോൺ കുനാൽ സുസ്മിതയുടെ നിന്ന് വാങ്ങിക്കുകയും ആ ഫോൺ പരിശോധിക്കുകയും ചെയ്തു. ഈ പരിശോധിച്ച സമയത്ത് വാട്സപ്പിലെയും അല്ലെങ്കിൽ നോർമൽ മെസ്സേജ്, കോൾ ഹിസ്റ്ററി ഇതെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ചാറ്റോ കാര്യങ്ങളോ കോൾ ലിസ്റ്റോ ഒന്നുമില്ല. നോർമലി ഒരു ഫോണിൽ നിന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാണ്. ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അവിടെ ചാറ്റ് ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല. നേരെ സമയത്ത് ഒരു വ്യക്തിയുമായിട്ട് ഒരു ഞെട്ടിക്കുന്ന ചാറ്റ് ഉണ്ട്.
ആ ചാറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇപ്രകാരമാണ്. ആ ചാറ്റ് ചെയ്ത വ്യക്തി അയാൾ പറയുകയാണ് ഉറക്കഗുളിക കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് സുസ്മിത പറയുന്ന മറുപടി ഉറക്കഗുളിക കൊടുത്തിട്ട് ഒന്നും ആയില്ല, നീ പറഞ്ഞ പോലെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, അയാൾ മരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മറുപടി മെസ്സേജായിട്ട് വന്നിരിക്കുന്ന കാര്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ, ഒരു ഇലക്ട്രിക് വയറെടുത്ത് അവൻ്റെ ശരീരത്തിലേക്ക് അടുപ്പിച്ച് ഷോക്ക് കൊടുക്കൂ, അങ്ങനെ ഷോക്കേറ്റ് അയാൾ മരണപ്പെട്ട് പോട്ടെ എന്നുള്ളൊരു മെസ്സേജ് അതിനകത്തുണ്ട്. അതുമാത്രമല്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ സംസാരിക്കുന്ന ഒരുപാട് ചാറ്റ് അതിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചു. ഈ കുനാൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു, ഇത് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോഴത്തേക്കും 100% ഉറപ്പായി പോലീസുകാർക്ക് സുസ്മിതയ്ക്ക് എന്തായാലും ഈ കേസിൽ പങ്കുണ്ട്. അങ്ങനെ സുസ്മിതയെ നേരിട്ട് ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ്. സുസ്മിതയുടെ വീട്ടിലേക്ക് എത്തി. ഈ ചാറ്റ് ഏറ്റവും ആദ്യം കാണിച്ചില്ല, ഫോൺ എടുത്ത് പരിശോധിക്കാൻ തീരുമാനിക്കുകയാണ്. ഫോൺ എടുത്ത് പരിശോധിച്ച സമയത്ത് സുസ്മിത ഇൻസ്റ്റഗ്രാം ചാറ്റ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലിയർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് റിക്കവർ ചെയ്യാനായിട്ട് പോലീസിന് വളരെ എളുപ്പമാണ്. അങ്ങനെ ആ ചാറ്റ് പോലീസ് റിക്കവർ ചെയ്യുകയാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് എല്ലാം പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കോൾ ഹിസ്റ്ററി ആയിക്കോട്ടെ മറ്റ് എല്ലാം തന്നെ അവർ റിക്കവർ ചെയ്യുകയാണ്, വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ. അങ്ങനെ ഈ സുസ്മിത ചാറ്റ് ചെയ്ത ആ വ്യക്തിയെ പോലീസ് കണ്ടെത്തി. അയാളുടെ പേര് രാഹുൽ എന്നാണ്. ഈ രാഹുലുമായിട്ടാണ് ചാറ്റിങ്. അപ്പോൾ സുസ്മിത ഏറ്റവും ആദ്യം തന്നെ ഇതിനെല്ലാത്തിനെയും കംപ്ലീറ്റ് എതിർത്തു. രാഹുൽ ഞങ്ങളുടെ ഒരു ബന്ധു മാത്രമാണ്, മറ്റ് കാര്യങ്ങൾ ഒന്നുമില്ലെന്നൊക്കെ സുസ്മിത പറയുകയാണ്. പക്ഷേ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ രീതി മാറിയപ്പോഴത്തേക്കും സുസ്മിതയ്ക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. സുസ്മിത പറഞ്ഞു തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ്, ഞാനാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണക്കാരത്തി. എൻ്റെ സഹായിയായിട്ട് തൻ്റെ കാമുകനായിട്ടുള്ള രാഹുൽ ഉണ്ടായിരുന്നു. ആരാണ് രാഹുൽ? എന്തിനാണ് ഇവർ ഈ കൊലപാതകത്തിലേക്ക് കടന്നത്? ഈ 2 ചോദ്യങ്ങൾക്കാണ് പോലീസിന് ഉത്തരം കിട്ടേണ്ടത്. അതിനുള്ള സുസ്മിതയുടെ മറുപടികൾ ഇപ്രകാരമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ 2024 രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. അപ്പം സുസ്മിതയ്ക്ക് എല്ലാത്തിനും അവിടെ ഒരു പ്രശ്നവുമില്ല, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും കരൻ്റെ ബിസിനസ്സിൽ വലിയ ഒരു ബുദ്ധിമുട്ട് വരികയാണ്. ഒരുപാട് ലോസ് വന്നു. ഇപ്പോൾ സ്വർണ്ണക്കടയാണ്, പല ഇൻവെസ്റ്റ്മെൻറ്റ് വേറെയുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിൽ ഒരുപാട് ലോസ് വന്ന സമയത്ത് അദ്ദേഹത്തിന് അത് മാനസികമായിട്ട് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയുണ്ടായി. എങ്ങനെയെങ്കിലും ബിസിനസ് ഒന്ന് ശരിയാക്കി എടുക്കണം, അതിൻ്റെ നെട്ടോട്ടത്തിലായിരുന്നു കരൺ ദേവ്. കരൺ മാത്രമല്ല, കരൻ്റെ അച്ഛനും അനിയനും എല്ലാത്തിനും കൂടെ അവരെല്ലാവരും കൂടെ അതിന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കരൺ രാവിലെ വീട്ടിൽ നിന്ന് പോകും, വൈകിട്ടാകുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് വരും. അദ്ദേഹത്തിനൊരു സമാധാനമില്ലാത്ത അവസ്ഥയായി. പോകെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും കരൺ എല്ലാ ദിവസവും വീട്ടിലേക്ക് വരാത്ത അവസ്ഥയായി. ഇനി വീട്ടിലേക്ക് വന്നാൽ തന്നെ ബിസിനസ്സിൻ്റെ ടെൻഷൻ കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ സുസ്മിത ഓരോ ആവശ്യങ്ങൾ കരൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് കരണ് കൃത്യസമയത്ത് അതെല്ലാം തന്നെ നേടിക്കൊടുക്കാനോ സാധിച്ചു കൊടുക്കാനോ സാധിക്കാത്തൊരവസ്ഥയുണ്ടായി. അങ്ങനെ കരണും സുസ്മിതയുമായിട്ട് പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം തന്നെ ഉണ്ടായി. പക്ഷേ എങ്കിലും കരൺ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ സുസ്മിത കരണിനോടൊരു കംപ്ലൈൻറ്റ് പറയുകയാണ്. താൻ ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ല, അതായത് ഒരു സെക്ഷൽ ലൈഫിൽ താൻ ഒട്ടും ഓക്കെ അല്ല. കാരണം കരണ് ഈ കടബാധ്യതയും പ്രശ്നങ്ങളും ബിസിനസ്സിലെ തകരാറൊക്കെ വന്ന സമയത്ത് രാവിലെ പോയി രാത്രി വന്നു കഴിഞ്ഞാലും വീട്ടിൽ ടയർഡായിട്ട് കിടന്ന് ഉറങ്ങും. ഭാര്യയായിട്ടുള്ള ഒരു ശാരീരിക ബന്ധത്തിനൊന്നും പുള്ളിക്ക് പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ സുസ്മിത ഈ കാര്യം പറഞ്ഞുകൊണ്ട് കരണമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കരൺ തൻ്റെ അവസ്ഥകളൊക്കെ പറയുകയാണ്. പക്ഷേ സുസ്മിതയ്ക്ക് പോകെ ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. ഒരു സെക്ഷൽ ലൈഫിൽ അവർക്ക് ഒരു രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയുണ്ടായി. ഒരു ഭർത്താവ് എന്ന രീതിയിൽ കരൺ ദേവ് ഒരു പൂർണ്ണ പരാജയമാണ് എന്നുള്ള രീതിയിൽ സുസ്മിത അവിടെ പറഞ്ഞു വെക്കുകയും ചെയ്തു. അതിലൊരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ മാസങ്ങൾ കടന്നു പോവുകയും ചെയ്തു. സുസ്മിത കംപ്ലീറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവരുടെ ബന്ധുവായിട്ടുള്ള, അതായത് ഈ കരൺ ദേവിൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്. ആ കസിൻ ബ്രദറിൻ്റെ പേര് രാഹുൽ എന്നാണ്. ഈ രാഹുൽ സുസ്മിതയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവന് വെറും 25 വയസ്സാണ് പറയാം. അവൻ കോളേജ് പഠനമെല്ലാം പൂർത്തിയാക്കി വരികയാണ്. അവൻ കരൺ ദേവിനെ കാണാനായിട്ടാണ് ആ വീട്ടിലേക്ക് വന്നത്. ഈ രാഹുൽ ആ വീട്ടിലേക്ക് ഏറ്റവും ആദ്യം എത്തിയ സമയത്ത് കരൺ ദേവ് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. സുസ്മിതയും ജോലിക്കാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഈ രാഹുൽ സുസ്മിതയെ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത് അന്നാണ്. അപ്പോൾ രാഹുൽ കാണാനായിട്ട് നല്ല മിടുക്കനാണ്, ഹാൻഡ്സുമാണ്, ചെറുപ്പമാണ്. രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. കരൺ ദേവ് ആ വീട്ടിൽ ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണ്, ഇവരുടെ ബന്ധുവാണെന്നൊക്കെ മനസ്സിലായി. കൂടുതൽ അടുപ്പത്തിലായി, നല്ല സൗഹൃദത്തിലേക്ക് ആവുകയാണ്. അപ്പോൾ ഈ കരൺ ഇല്ലാത്ത സമയത്ത് വന്നതുകൊണ്ടും ഈ സുസ്മിതയ്ക്ക് കരണിൻ്റെ അടുത്ത് നിന്ന് ഒരു സെക്ഷുവൽ നീഡ്സ് കിട്ടാത്തത് കൊണ്ടും രാഹുലിനെ കണ്ട സമയത്ത് രാഹുലിനോട് സുസ്മിതയ്ക്ക് ഒരു താല്പര്യം തോന്നുകയാണ്. കുറച്ചുകൂടെ ഹാൻഡ്സമാണ്, യങ് ആണ്, ആ ഒരു ഇഷ്ടം തോന്നുകയാണ്. ഇഷ്ടം തുറന്നു പറഞ്ഞില്ല. അപ്പോൾ സുസ്മിത രാഹുലിനോട് ഒരു കാര്യം പറഞ്ഞു, നീ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വരൂ, ഞാനെന്തായാലും ഇവിടെ ഒറ്റയ്ക്കാണ്, ബോറടിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ രാഹുൽ പിറ്റേ ദിവസം തന്നെ ആ വീട്ടിലേക്ക് പിന്നെയും വരികയാണ്. അന്നും കരൺ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടുപേർക്കും വേണ്ടി വലിയൊരു സൗഹൃദം ഉണ്ടാകുകയാണ്. അവർ മൊബൈൽ നമ്പറെല്ലാം തന്നെ കൈമാറി. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു ഡൗട്ടൊന്നുമില്ല, വേലക്കാർക്കാണെങ്കിലും ഡൗട്ടില്ല. കാരണം
ഈ രാഹുൽ ഓൾറെഡി കരൻ്റെ ബന്ധുവാണ്. അപ്പം കരൻ്റെ അടുത്താണെങ്കിൽ തന്നെയും താൻ വീട്ടിൽ വന്നിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ജോലിക്കാർ നോക്കുമ്പോഴത്തേക്കും ആണെങ്കിലും ഒരു ബന്ധുവായിട്ടുള്ള സഹോദരനാണല്ലോ അങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണ് അവരും കണ്ടത്. അങ്ങനെ രണ്ടുപേർക്കും മേലുള്ള സൗഹൃദം വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവുകയാണ്. മൊബൈൽ നമ്പർ എല്ലാം കൈമാറിയിട്ട് ഈ സുസ്മിത അന്ന് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യത്തെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസ്മിത വളരെ ഒരു എന്താ പറയേണ്ട ഒരു ക്ലീവേജ് എല്ലാം കാണിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സെഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഈ കിരണിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവൻ ഇത് കണ്ട സമയത്ത് കിരണല്ലേട്ടോ രാഹുലിന് ഇത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രാഹുൽ ഇത് കണ്ട സമയത്ത് തന്നെ രാഹുലിൻ്റെ മനസ്സിൽ ഒരു താല്പര്യം തോന്നുകയാണ്. കാരണം ഒരു ലേഡി അത് തൻ്റെ ബന്ധു ആയിക്കോട്ടെ തനിക്ക് ഇങ്ങോട്ട് അങ്ങനെ ഒരു ഇമേജ് അയച്ചു തരുമ്പോഴത്തേക്കും അവൻ്റെ മനസ്സിലൊരു താല്പര്യം തോന്നാം. ഈ താല്പര്യം തോന്നിയെന്ന് മാത്രമല്ല ഈ സുസ്മിത ആ ഫോട്ടോ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തത് രാഹുൽ ഇത് കണ്ടുവെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേർക്കും ഇടയിലുള്ള ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. പിന്നീട് രണ്ടുപേർക്കും ഇടയിൽ ഒരു ബന്ധം അവിടെ വളർന്ന് വലുതാവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ ബന്ധം സ്ട്രോങ് ആയിട്ട് മാറുകയും ചെയ്തു. ഈ രാഹുൽ ആയിക്കോട്ടെ കരൺദേവ് ആ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് എല്ലാ ദിവസവും ആ വീട്ടിലേക്ക് വരികയും രണ്ടുപേരും അവിടെ ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് പോവുകയും തുടർന്ന് സ്ഥിരമായിട്ട് ആ ബന്ധം അവർ തുടർന്ന് പോവുകയും ചെയ്തു. ഈ രാഹുലിന് പണത്തിൻ്റെ ആവശ്യം വരുമ്പോഴത്തേക്കും സുസ്മിത കരൺദേവിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് രാഹുലിന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ രാഹുൽ എല്ലാ രീതിയിലും ഹാപ്പിയാണ്. മാത്രമല്ല ഈ കരൺദേവ് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് ദൂരേക്ക് പോകും. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് മാത്രമായിരിക്കും തിരികെ വീട്ടിലേക്ക് വരിക. ആ സമയത്ത് സുസ്മിത വേലക്കാരോട് പറയും, നിങ്ങൾ ഈ ദിവസങ്ങളിൽ വീട്ടിലേക്ക് വരണ്ട, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്, ഈ വീട്ടിലാരും കാണില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് രാഹുലിനെ ആ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുകയും ചെയ്യും. എന്നിട്ട് ഇവർ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ഇവരുടെ ഈ ബന്ധം കംപ്ലീറ്റ്ലി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇരുവർക്കും ഇടയിലുള്ള ആ ബന്ധം എല്ലാ രീതിയിലും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയും സുസ്മിത കംപ്ലീറ്റ്ലി കരൺദേവുമായിട്ട് ഒരു അകൽച്ചയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ സുസ്മിതയും രാഹുലും കൂടെ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു, ഇനി എന്തായാലും കരൺദേവുമായിട്ടുള്ള ആ ഒരു ഭർത്തൃബന്ധം അതിന് വേണ്ട, ഇനി ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാം. രാഹുലും സുസ്മിതയും കൂടെ വിവാഹം കഴിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഇടയിൽ ഒരു 1-2 വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഇവർ നേരിടുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് സുസ്മിതയും രാഹുലുമായിട്ട് തുറന്ന് സംസാരിക്കുകയും ചെയ്തു. രാഹുലിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. രാഹുലിന് എന്തെങ്കിലും സാമ്പത്തികം ആവശ്യം വരുമ്പോഴത്തേക്കും സുസ്മിത കരൺദേവിൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിച്ച് രാഹുലിന് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ കരൺദേവിനെ ഒരിക്കലും ഒരു ഭർത്താവായിട്ട് തനിക്കിനി പറ്റില്ല എന്നവർക്ക് ഉറപ്പായി. ഫിസിക്കലി ഒട്ടും പറ്റില്ല, മെൻ്റലിയും പറ്റില്ല എന്ന രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ കരൺദേവിൻ്റെ അടുത്ത് ഡിവോഴ്സ് ചോദിച്ചാൽ കരൺദേവ് എന്തായാലും ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. അതുമാത്രമല്ല ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഈ സ്വത്തൊന്നും തന്നെ കിട്ടത്തുമില്ല. അതേസമയത്ത് കരൺദേവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്വത്ത് മുഴുവൻ സ്വാഭാവികമായിട്ട് തൻ്റെ അടുത്തേക്ക് വരികയും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും തനിക്ക് രാഹുലിനെ വിവാഹം കഴിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ സ്വത്ത് മുഴുവൻ രാഹുലിനും തനിക്കും കൂടെ അടിച്ചു പിടിച്ച് ജീവിക്കാനായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കരൺദേവിനെ കൊലപ്പെടുത്താനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. ഈ പ്ലാൻ ഏറ്റവും ആദ്യം മുന്നോട്ട് വെച്ചത് തന്നെ സുസ്മിതയാണ്. രാഹുൽ അതിന് സമ്മതം മൂളുകയും ചെയ്തു. ഇനി എങ്ങനെ കൊലപ്പെടുത്തണമെന്നായിരുന്നു ഇവരുടെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കൊലപ്പെടുത്തുമ്പോഴത്തേക്കും ഓൾറെഡി കരൺദേവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ടെൻഷൻസ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇത് സ്വാഭാവിക മരണമാക്കി വരുത്തി തീർക്കണം, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയാക്കി വരുത്തി തീർക്കണം. അങ്ങനെയായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ രാഹുൽ ഏറ്റവും ആദ്യം കുറേ സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിയിട്ട് അത് സുസ്മിതയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഒരു 10-15 സ്ലീപ്പിംഗ് പിൽസ് എങ്ങനെയെങ്കിലും ഇയാളുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ കലക്കി നൽകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഏറ്റവും ആദ്യം സുസ്മിത ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ജൂലൈ 12 2025 ഭക്ഷണത്തിൽ ഈ ഉറക്ക ഗുളിക പൊടിച്ച് നൽകിയാണ്. അന്ന് കരൺദേവ് വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ചു. പക്ഷെ അദ്ദേഹം ഒരുപാട് ഭക്ഷണം ഒന്നും തന്നെ കഴിച്ചില്ല. ഭക്ഷണം ഒരുപാട് കഴിക്കാത്തത് കൊണ്ട് അദ്ദേഹം ആ ഉറക്കഗുളിയുടെ കുറച്ച് ശരീരത്തിലേക്ക് കയറിയിട്ട് മയങ്ങി കിടന്ന് ഉറങ്ങിപ്പോയി. ഹാളിൽ തന്നെ കിടന്ന് ഉറങ്ങി. ഈ ഹാളിൽ തന്നെ കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും ഈ സുസ്മിത രാഹുലുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ചാറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ ഈ രാഹുൽ വളരെ പ്ലാൻഡായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഉറക്കഗുളിക കഴിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാം തന്നെ പുറത്തു പോകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരണപ്പെടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എങ്ങാനും വൊമിറ്റ് ചെയ്താൽ വീണ്ടും ഉറക്കഗുളിക എന്ത് ചെയ്യണം, കുറച്ചുകൂടെ കൊടുക്കണം. ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി കഴിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഡോസ് ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇത് മാത്രമല്ല, എന്തെങ്കിലും അസ്വസ്ഥത കാണിച്ചാൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ ഈ കരൺദേവ് അവിടെ മയങ്ങി കിടക്കുന്ന സമയത്ത്, അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് കരൺദേവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട്, അയാൾ മരിക്കുന്നതും നോക്കിക്കൊണ്ട് സ്വന്തം ഭാര്യ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. രാഹുൽ മെസ്സേജ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെളുപ്പിനായി, ഒരു 4 മണി സമയമായി. അപ്പോഴും ഇയാൾ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പായി. അങ്ങനെ സുസ്മിത രാഹുലിൻ്റെ അടുത്ത് പറയുകയാണ്, ഇയാൾ ഇതുവരെയും മരിച്ചിട്ടില്ല.
അപ്പോൾ രാഹുൽ പറഞ്ഞു കുറച്ചുകൂടെ ഉറക്കഗുളി കൊടുക്കാൻ പറ്റുമെങ്കിൽ വായിലേക്ക് വെച്ച് കൊടുക്കാനൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് പറയുകയാണ് അങ്ങനെ വായിലേക്ക് ഇനി വെച്ച് കൊടുക്കാൻ പറ്റില്ല, കാരണം അയാൾ ഓൾറെഡി ഉറങ്ങി, ഇനി വായിലേക്ക് എങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് ആണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് പറയാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് രാഹുൽ പറഞ്ഞ പ്ലാൻ ഉണ്ടായിരുന്നു, വീട്ടിലൊരു വയർ ഉണ്ടെങ്കിൽ ആ വയർ സ്വിച്ച് ബോർഡിലേക്ക് ഘടിപ്പിച്ചിട്ട് ഇയാളുടെ ശരീരത്തിലേക്ക് ആ വയർ ചുറ്റിവെക്കുക, അങ്ങനെ ഷോക്കേറ്റ് ഇയാൾ മരിച്ചു പോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ സുസ്മിത രാഹുലിൻ്റെ പ്ലാൻ അനുസരിച്ച് ഒരു ഇലക്ട്രിക് വയർ എടുത്ത് ഷോക്ക് അടിപ്പിച്ച് സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി. ഇയാൾ മരിച്ചുവെന്ന് ഉറപ്പായി. ഒരു 10-15 മിനിറ്റോളം ഈ ശരീരത്തിലേക്ക് ഷോക്ക് അടിപ്പിച്ച് അയാളുടെ ശരീരത്തിൽ ഈ കളറ് ചേഞ്ചായി, ശരീരം ഈ കരിയുന്ന അവസ്ഥയിലേക്ക് എത്തി. മരിച്ചുവെന്ന് ഉറപ്പായ സമയത്ത് രാഹുലിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ മരിച്ചുവെന്ന് ഉറപ്പായെന്ന് പറയുകയാണ്. അതിനുശേഷം സുസ്മിത ചെയ്ത കാര്യം ഉണ്ടായിരുന്നു, ഒരു 4 മണി 5 മണി സമയമായിട്ടുള്ളൂ, നേരെ പോയി കിടന്ന് കുറച്ച് സമയം ഉറങ്ങി. എന്നിട്ട് 7 മണിക്ക് വീണ്ടും എണീറ്റ് വന്നിട്ട് അപ്പോൾ ഈ ജോലിക്കാരൊക്കെ വീട്ടിലേക്ക് വരുമെന്ന് അറിയാം. അങ്ങനെ അലറി വിളിച്ച് ഉച്ചത്തിൽ നിലവിളിച്ച് തൻ്റെ ഭർത്താവ് പോയി മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡ്രാമ അവിടെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഡോക്ടേഴ്സും പോലീസും ഇത് കണ്ടുപിടിക്കില്ല, ഒരു സ്വാഭാവിക മരണമായിട്ട് ഇത് മാറും, തനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഇവർക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഈ കേസ് അപ്പാടെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള എല്ലാ തെളിവോടും കൂടി തന്നെ സുസ്മിതയെ മാത്രമല്ല രാഹുലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഇരുവർക്കും ഇതുവരെ ശിക്ഷ ഒന്നും തന്നെ ഈ കേസിൽ കിട്ടിയിട്ടില്ല. ഈ കേസ് പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നേ, ഈ സുസ്മിത എന്ന് പറയുന്ന ആ ലേഡി പക്കാ ക്രിമിനൽ. അവരുടെ ഭർത്താവ് അവർക്ക് എല്ലാം നൽകി. അയാൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് സ്വർണം കൊടുത്ത് കല്യാണം കഴിക്കുന്നു, പൊന്നുപോലെ നോക്കുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു മോശം അയാൾ ചെയ്തിട്ടില്ല. അയാൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്, ബിസിനസ്സിൽ കുറച്ച് ടൈറ്റായ സമയത്ത് അയാൾക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ട്. ആ മാനസിക ബുദ്ധിമുട്ടിനെ തുടർന്ന് മറ്റൊരു പുരുഷനെ തേടി ഇവർ പോവുകയും പിന്നീട് അയാളെ തന്നെ, സ്വന്തം ഭർത്താവിനെ തന്നെ കൊലപ്പെടുത്താനായിട്ട് തീരുമാനം, സ്വത്തിന് വേണ്ടിയിട്ട് വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 2 പക്കാ ക്രിമിനൽസിന് ഏറ്റവും വലിയ ശിക്ഷ കിട്ടുക തന്നെ വേണം. അത്രയും വലിയൊരു ക്രയമാണ് രണ്ടുപേരും കൂടെ, സുസ്മിത എന്ന് പറയുന്ന പക്കാ ക്രിമിനലും രാഹുൽ എന്ന് പറയുന്ന ആ കാമുകനും ചേർന്ന് കാമത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയത്. എനിവേ, എന്തായാലും സ്വത്തിനും കാമത്തിനും വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഈ ഒരു കുറ്റകൃത്യം ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അപ്പോൾ നിയമത്തിനും അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ഇവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടുകയും ചെയ്യുന്നതാണ് നമുക്കും പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ, സിജോ ജോൺ. സീ യു.